ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ് എന്ന സംഖ്യയുടെ 70% മറ്റൊരു സംഖ്യയായ വൈയുമായി ചേർക്കുമ്പോൾ തുക വൈയുടെ മൂല്യത്തിൻ്റെ 165% മാറുന്നു. എക്സ് എന്ന സംഖ്യയുടെ 60% മറ്റൊരു സംഖ്യയായ സെഡിലേക്ക് ചേർക്കുമ്പോൾ തുക സെഡിൻ്റെ മൂല്യത്തിൻ്റെ 165% മാറുന്നു. എങ്കിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിരുന്നുള്ളത് നോക്കാം. എക്സ് എന്ന സംഖ്യയുടെ 70% മറ്റൊരു സംഖ്യയായ വൈയുമായി ചേർക്കുമ്പോൾ തുക വൈയുടെ മൂല്യത്തിൻ്റെ 165% മാറുന്നു എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടും? എക്സ് എന്ന സംഖ്യയുടെ 70% എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 70% അല്ലേ? എക്സിൻ്റെ 70%. അതിൻ്റെ കൂടെ മറ്റൊരു സംഖ്യയായ വൈയുമായി ചേർക്കുമ്പോൾ തുക എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുക അല്ലേ? പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറുന്നുണ്ട്? വൈയുടെ മൂല്യത്തിൻ്റെ 165% മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഇൻറ്റു 165% എന്ന് പറയുമ്പോൾ 165/100. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് കിട്ടും? ഈ 0 ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് കളയാം. അപ്പോൾ 7/10 എന്നാവും. അപ്പോൾ 0.7 ആവും അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു 0.7 പ്ലസ് വൈ എന്ന് പറയുന്നത് വൈ ഇൻറ്റു 165നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻ്റ് കിട്ടും അല്ലേ? 1.65 എന്ന് കിട്ടും. ഇതിൽ നിന്നും എക്സിൻ്റെ വില കാണാം. അപ്പോൾ 0.7x എന്ന് പറയുന്നത് വൈ അപ്പുറത്തോട്ട് പോകുമ്പോൾ 1.65 വൈ മൈനസ് വൈ എന്ന് കിട്ടും. അപ്പോൾ 1.65 നിന്നും 1 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.65 ആണ്. ഓക്കെ, 0.65 വൈ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും വൈയുടെ വാല്യൂ കാണാമല്ലോ. വൈ എന്ന് പറയുന്നത് 0.7 ഡിവൈഡഡ് ബൈ 0.65 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വൈ എന്ന് പറയുന്നത് 0.7 ഡിവൈഡഡ് ബൈ 0.65 ഇൻറ്റു എക്സ് എന്നാണ്. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? വൈ എന്ന് പറയുന്നത് എക്സിനേക്കാൾ വലുതാണെന്ന് കിട്ടും. ഓക്കെ, വൈ ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് കിട്ടും അല്ലേ? അതായത് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വൈ ഗ്രേറ്റർ ദാൻ എക്സ് എന്നാണ്. അതായത് വൈ ഇസ് ഈക്വൽ ടു 0.7 ഡിവൈഡഡ് ബൈ 0.65 ഇൻറ്റു എക്സ്. അതായത് എക്സിനെ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് വൈ എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എന്താണ് മീൻ ചെയ്യുന്നത്? വൈ എന്ന് പറയുന്നത് എക്സിനേക്കാൾ വലിയൊരു സംഖ്യയാണെന്ന് കിട്ടും. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ അതും ചെയ്യാം. നെക്സ്റ്റ് തന്നിരിക്കുന്നത് എക്സ് എന്ന സംഖ്യയുടെ 60% മറ്റൊരു സംഖ്യയായ സെഡിലേക്ക് ചേർക്കുമ്പോൾ തുക സെഡിൻ്റെ മൂല്യത്തിൻ്റെ 165% മാറുന്നു. എങ്കിൽ ഏതാണ് ശരിയെന്നാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് എന്ന സംഖ്യയുടെ 60% എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 60/100 എന്ന് പറയുന്നത് സെഡിലേക്ക് ചേർക്കുമ്പോൾ തുക എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? തുക എന്ന് പറയുമ്പോൾ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു സെഡിൻ്റെ മൂല്യത്തിൻ്റെ 165% മാറുന്നു. അതായത് സെഡ് ഇൻറ്റു 165/100. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാമല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിട്ട് മാറും? ഈ 0 ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ 0.6 ഇൻറ്റു എക്സ് എന്നായിട്ട് മാറും. പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 1.65 ഇൻറ്റു സെഡ് എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിട്ട് മാറും? 0.6x എന്ന് പറയുന്നത് ഈ 1.65 സെഡ് മൈനസ് സെഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.65 ഇൻറ്റു സെഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും സെഡിൻ്റെ വില കാണാം അല്ലേ? സെഡ് എന്ന് പറയുന്നത് 0.6 ഡിവൈഡഡ് ബൈ 0.65 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും എന്താണ് കിട്ടുന്നത്? സെഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സംഖ്യ ഇവിടെ തന്നിട്ടുണ്ട്, അത് ഇൻറ്റു എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും സെഡ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഈ സെഡും നേരത്തെ കിട്ടിയ വൈയും കൂടിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ടിൻ്റെയും ഛേദങ്ങൾ നോക്കുമ്പോൾ 0.65 ആണ്, സെയിം ആണ് കിടക്കുന്നത്. അപ്പോൾ വൈയും സെഡും കൂടിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ
സെഡ് എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ y ഗ്രേറ്റർ ദാൻ എക്സ് ആയിട്ടുള്ള ഏതൊക്കെ ഓപ്ഷൻസ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം. y ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ വൈ തന്നെയാണ് മീൻ ചെയ്യുന്നത് അല്ലേ. എക്സ് ലെസ് ദാൻ വൈ തന്നെയാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ലെസ് ദാൻ വൈ ആയിട്ടുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ എയിൽ നിൽക്കുന്നുണ്ട്. ഓപ്ഷൻ സിയിൽ നോക്കുമ്പോൾ എക്സ് ലെസ് ദാൻ വൈ ആണോ? അല്ല, വൈ ലെസ് ദാൻ എക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ബിയിൽ നോക്കുമ്പോൾ എക്സ് ലെസ് ദാൻ വൈ ഉണ്ട്. ഓപ്ഷൻ ഡിയിൽ നോക്കുമ്പോൾ സെഡ് ലെസ് ദാൻ വൈ ലെസ് ദാൻ എക്സ് എന്നാണ്. അപ്പോൾ അതും ക്യാൻസൽ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഓപ്ഷനിൽ നോക്കുമ്പോൾ വൈ ഗ്രേറ്റർ ദാൻ സെഡ്, ഈ വൈ ഗ്രേറ്റർ ദാൻ സെഡ് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻ എയിൽ വൈ ഗ്രേറ്റർ ദാൻ സെഡ് ആണോ, അതായത് സെഡ് ലെസ് ദാൻ വൈ എന്നാണ്. സെഡ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഗ്രേറ്റർ ദാൻ സെഡ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ബിയിൽ നോക്കുമ്പോൾ വൈ ലെസ് ദാൻ സെഡ് എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷേ വൈ ഗ്രേറ്റർ ദാൻ സെഡ് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ ബി നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രേണിയിലെ അടുത്ത പദം ഏത്? 20, 10, 10, 15, 30, 75. നെക്സ്റ്റ് ടൈം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓരോ ടേംസും തമ്മിലുള്ള റിലേഷൻ ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ 20 എങ്ങനെ 10 ആയി എന്നുള്ളത് നോക്കാം. 20നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 10 കിട്ടുന്നത്. നെക്സ്റ്റ് 10 10 ആയി അല്ലേ. അപ്പോൾ 10 × 1 ചെയ്തപ്പോഴാണ് 10 കിട്ടണത്. നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 15 കിട്ടണം. നമുക്ക് നോക്കാം 10 × എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 15 കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ 1/2 തമ്മിൽ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 1/2 + 1/2 1 എന്ന് കിട്ടി. നെക്സ്റ്റ് 1 + 1/2 ആണ് ചെയ്യുന്നത്. 1 + 1/2 ചെയ്യുമ്പോൾ നമുക്ക് 3/2 എന്ന് കിട്ടും. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 5 × 3 15. അപ്പോൾ 15 എന്ന് പറയുന്ന ടൈം കിട്ടി. നെക്സ്റ്റ് എന്തായിരിക്കും? 15നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3/2 + 1/2 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 4/2. 4/2 എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30. നെക്സ്റ്റ് ടൈം കിട്ടിയിട്ടുണ്ട്. അടുത്ത ടൈം എന്ന് പറയുന്നത് 30 × 2ൻ്റെ കൂടെ 1/2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5/2 എന്നാണ്. ഓക്കെ, അപ്പോൾ 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 15. 15 × 5 എന്ന് പറയുന്നത് 75. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? 75നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്കിപ്പോൾ കിട്ടിയത് 5/2 ആണ്. 5/2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 1/2 ആഡ് ചെയ്യണം. അപ്പോൾ 6/2. 6/2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 75നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 15, ബാലൻസ് 1, 7 3 21, 1 22, 225 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 91 × 92 × 93 × 94 × 95 × 96 × 97 × 98 × 99 എന്ന സംഖ്യയെ 1261 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വലിയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ 1261 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1261നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. = ഇതിനെ 13 × 97 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 13 × 97 ആണ് 1261. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോഡക്റ്റിനെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റി എഴുതാം? 91 × 92 × 93 × 94 × 95 × 96 × 97 × 98 × 99 ഓൾ ഡിവൈഡഡ് ബൈ 13 × 97 എന്ന് കിട്ടും. അപ്പോൾ ഈ 97ഉം ഈ 97ഉം ക്യാൻസൽ ചെയ്തിട്ട് പോകും. അതുപോലെ തന്നെ ഈ 13നെ നമുക്ക് 13 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 എന്നാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു വലിയ പ്രോഡക്റ്റിന് 1261 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ട്. നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.